പിന്നെ ഇന്നലെ റേഷൻ കട ചെന്നപ്പോ ആ കാലം അത് ശരി. എന്നെ കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോ അമ്മ ഒരു തേക്ക് വെച്ച കാര്യം പറഞ്ഞു. ആ തേക്ക് എവിടെ? ഇത് ഈ തേക്ക. പിന്നെ പ്രോഗ്രസ് കാർഡിലെല്ലാം തന്നെ ഒപ്പിട്ടം കൊടുക്കും. നമുക്ക് ബുദ്ധിമുട്ടില്ല. ഒരു ദിവസം ബിബിൻ ജോർജ് എന്നെ കാണാൻ വന്നു. ഞാൻ വിചാരിച്ചു വിജയണ്ണന് ഒരു മോളയുള്ളെന്ന്. ഇവൻ പെൺവേഷം കെട്ടി അഭിനയിച്ചു. ഞാനൊരു ദിവസം പറഞ്ഞു, നീ എൻ്റെ അമ്മാവനൊന്നും അല്ല, പിന്നെ എൻ്റെ മോനാകട്ടോ. ഒരു ദിവസം ഞാൻ പറഞ്ഞു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മീഡിയ ഗ്രാഫിക്സ് ടിവിയുടെ സെലിബ്രിറ്റി സെലിബ്രേഷൻ എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. ഒരുപാട് വൈറൽ വീഡിയോകൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച ഒരു വൈറൽ വീഡിയോ ആണ് ജലദേവത. അതായത് 9 മില്യൺ വ്യൂവേഴ്സാണ് അതിനുള്ളത്. ഒരുപാട് പേർക്ക് കോടാലി കൊടുത്ത ജലദേവതയാണ് ഇന്ന് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, ശോഭനാമ്മയാണ്. നമ്മളെ കുടുകൂടാ ചിരിപ്പിക്കുന്ന ശ്രീകാന്ത് വെട്ടിയാറിൻ്റെ അമ്മയാണ്. അമ്മ നമസ്കാരമുണ്ട്. അമ്മ പേര് KA അലൻ അല്ലേ? അല്ല, ശോഭന. ശോഭന. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. നല്ല വിശേഷം. ആദ്യമായിട്ട് അമ്മ എങ്ങനെയാണ് ഈ ഇതിൽ അഭിനയിക്കുന്നതെന്നൊന്ന് പറയാമോ? ഞാൻ ആദ്യമായിട്ട് ഇവൻ എന്നെ വിളിക്കുമായിരുന്നു വീഡിയോ ചെയ്യാൻ. ഞാൻ പറയുമോ പലരും കണ്ടോ എന്താ പറയും, എനിക്ക് വയ്യാന്ന് പറയും. എന്നിട്ട് പിന്നെ ഈ ഷെഡിനകത്ത് കയറിയെന്നോണ്ട് ഞാൻ പറയും. അവൻ ഫോണിൽ പിടിച്ചെടുക്കും. പിന്നെ അങ്ങനെ അങ്ങനെ വെളിയിൽ ചാടി. അപ്പോൾ ശ്രീകാന്താണ് ഈ കാര്യങ്ങൾ ആദ്യമായിട്ട്. നേരത്തെ അമ്മയ്ക്ക് അങ്ങനെ അഭിനയിക്കണമെന്ന് ആഗ്രഹം മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഇവൻ വിളിച്ചു വരുത്തി ചെയ്യിച്ചതാ. ഇതിനു മുമ്പ് അങ്ങനത്തെ ഒരു ആശയം മനസ്സിൽ തോന്നിയിട്ടേ ഇല്ല? ഇല്ല. നേരത്തെ കുടുംബപരമായിട്ട് ആരെങ്കിലും കലാരംഗത്ത് പ്രവർത്തിക്കുക അങ്ങനെ? എൻ്റെ അച്ഛൻ ഇങ്ങനെ ഇതിനൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുന്ന കേൾക്കാം. KPSCയുടെ നാടകത്തിലൊക്കെ പോവായിരുന്നു. ഞങ്ങളുടെ കൊച്ചിലെയാ. അത് ശരി. അപ്പൊ ആ ഒരു കഴിവായിരിക്കാം ഒരു പക്ഷെങ്കിൽ ശ്രീകാന്തിന് കിട്ടിയതല്ലേ? എന്തായാലും സൂപ്പർ, അടിപൊളി. ഒരുപാട് ചിരിക്കാൻ പറ്റും. ഞാനിപ്പോൾ കൂടെ ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് ജസ്റ്റ് ആ കാലൻ ഒന്ന് കണ്ടിരുന്നു. എത്ര കണ്ടിട്ടും അത് മതിയാവാത്ത അതുപോലെ ചിരി വരുന്ന ഒരു സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റുകൾ മൊത്തം എഴുതുന്നത് ശ്രീകാന്താണോ? അമ്മയുടെ ആശയം വല്ലതും ഉണ്ടോ? എന്തെങ്കിലും നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇപ്പൊ എടാ ഇത് ഇങ്ങനെ പറഞ്ഞാലോ അല്ലെങ്കിൽ ഈ കോമഡി ഇങ്ങനെ പറഞ്ഞാലോ എന്ന് അമ്മ എപ്പോഴെങ്കിലും ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവൻ പറയുന്നത് പോലെ പറയുന്നവരെ അവൻ പറയിക്കും. ആണല്ലേ? ഞാൻ അമ്മയിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയുന്നത്, അമ്മയുടെ സൗണ്ട് ഒരു ഭയങ്കര പ്രത്യേകതയാണ്. അതുപോലെ അമ്മയുടെ സംസാര ശൈലി ഒരു പ്രത്യേക. ഈ നാട്ടുകാർ തന്നെയാണോ? വെട്ടിയാറുകാർ തന്നെയാണോ? ഓച്ചറയിലാണ്. അപ്പൊ അച്ഛൻ സ്ഥലമാണ് ഇതല്ലേ? ശ്രീകാന്തിന്റെ അച്ഛൻ്റെ സ്ഥലമാണ്. ഇങ്ങോട്ട് വിവാഹം കഴിച്ചോണ്ട് വന്നു. അത് ഏത് വർഷമായിരുന്നു? 84 അല്ലേ? അതിനുശേഷം മകള് മൂത്ത മോള്. ശ്രീകാന്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരുന്നോ? സ്കൂളിൽ പരിപാടിക്കൊക്കെ ചേരും. ഒരു ദിവസം ഒരു കൊച്ചനൂടെ എന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചു വിജയണ്ണന് ഒരു മോളയുള്ളെന്ന്. ഇവൻ പെൺവേഷം കെട്ടി അഭിനയിച്ചു. അപ്പം പറഞ്ഞു വിജയണ്ണന് 2 മക്കൾ പെൺപിള്ളേരുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലെന്നും പറഞ്ഞ് അവൻ ഇവിടെ വന്ന് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ആക്റ്റീവായിരുന്നു കലാരംഗത്ത് അല്ലേ? ഓക്കെ. അമ്മ ഈ സ്പൂഫ് വീഡിയോസ് ഒക്കെ ഈ ശ്രീകാന്ത് ചെയ്യുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് എഴുതുന്നത് നമ്മുടെ ഈ വീട്ടിലിരുന്നില്ല, എല്ലാ പരിപാടിയും ചെയ്യുന്നു. ആ സമയത്ത് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന സമയത്ത് ദേഷ്യപ്പെടാറോ വല്ലതും ഉണ്ടോ? എന്നോടോ? അങ്ങനെ ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. എപ്പോഴും വഴക്കൊക്കെ ഇടും. ഒരുപാട് സ്നേഹത്തിലൊന്നും അല്ല. അല്ല, കറിയിട്ടൊന്നും അങ്ങനെ ഇരിക്കത്തില്ല. അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് അത്രേ ഉള്ളൂ. ഇതുപോലുള്ള ഈ കോമഡി സ്പൂഫ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് മിങ്കിളായിട്ടും അല്ലെങ്കിൽ ഒത്തിരി ഹാപ്പി ആയിട്ടും അല്ലേ? അമ്മയോട് വന്ന് ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്, അമ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം അങ്ങനെ പറയാറുണ്ട്. ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് ചിരി വന്നിട്ടുണ്ടോ? ചിരിക്കുമായിരുന്നു. എന്നെ എല്ലാരും വഴക്ക് പറയും ചിരിക്കരുതെന്നും. ടീമിലുള്ളവർ അല്ലേ? കാണുന്നവരും പറയും. ശരി. അയൽപക്കത്തുള്ളവരുടെയൊക്കെ അഭിപ്രായം എന്താണ്? എല്ലാരും നല്ല അഭിപ്രായമാണ്. എല്ലാരും കാണാറുണ്ട്. ഇപ്പൊ വെളിയിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാരും തിരിച്ചറിയാറുണ്ട്. പിന്നെ ഇന്നലെ റേഷൻ കട ചെന്നപ്പോ ആ കാലം അത് ശരി. എന്നിട്ട് കാണാത്തവരെ ആ കൊച്ചൻ ഫോണെടുത്ത് കാണിച്ചു കൊടുക്കാണ്ട് ഈ നിൽക്കുന്ന കാലനായിരുന്നു. ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയെന്ന് പറഞ്ഞു. വിളിച്ചിട്ടുണ്ട്, സിനിമ ആയില്ലായിരിക്കും. ആണോ? അത് ആരാണെന്ന് അറിയാവോ? അതെനിക്കറിഞ്ഞില്ല. അത് ശ്രീകാന്തിന്റെ അവനെ വിളിച്ചവര് പറഞ്ഞത് അമ്മയും കൂടെ വേണമെന്നുള്ളത് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ ലോകത്തുള്ള എല്ലാവരും കാണുന്നുണ്ട്, ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട് അല്ലേ? പിന്നെ ഒരു ദിവസം ബിബിൻ ജോർജ് എന്നെ കാണാൻ വന്നു. ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. അദ്ദേഹം ഒരു സെൽഫി ഒരു വീഡിയോ എടുത്തിട്ട് ഇട്ടിരുന്നു. ഞാനത് ശ്രീകാന്തിന്റെ ചാനലിലൂടെ ഞാൻ കണ്ടിരുന്നു. അത് ഞാനിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് അല്ലേ? ഈ നേരത്തെ ബിബിൻ ജോർജ് ഒക്കെ ഇവിടെ വരാറുണ്ടോ? നേരത്തെ ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും? ഇല്ല,
ഒരു ദിവസം ഇവൻ ഒരു ഇന്റർവ്യൂ ചോദിച്ചാൽ ആരാ ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞു യുവൻ ജോർജിനെയാണ്. അപ്പൊ അത് കണ്ടിട്ട് എന്നെ അന്നേരം തന്നെ വിളിച്ചു, അമ്മ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അമ്മ അടുത്ത് വരുമെന്ന് പറയപ്പോ ഇതുവരെ എങ്ങാണ്ടൊരു ഉദ്ഘാടനത്തിന് പോയപ്പം ഇവിടെ വെട്ടിയാർന്ന് കണ്ടപ്പം ഇവിടെ നിർത്തിയാരനോട് ചോദിച്ചു, അന്നേരം ഇവിടെ എന്ന് പറഞ്ഞു ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു, ഒന്നും കൊടുത്തു ഒന്നുമില്ല, ഇത്തിരി പച്ചവെള്ളം തന്നാൽ മതിയെന്ന് പറഞ്ഞു. ബെല്ലടിച്ചു, ഒത്തിരി അങ്ങ് ബെല്ലടിച്ചു. ഞാൻ വഴക്ക് പറയാനായിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. ഒന്നും പറഞ്ഞു ഞാൻ എളുപ്പം ഞാൻ പറഞ്ഞു മോനെ ഞാൻ കുളിക്ക് വരുന്നതാ ഇറങ്ങി വരാന്ന് എന്ന് പറഞ്ഞ പിന്നെ കയറി ഇരുന്ന് ഞാൻ പറഞ്ഞു ചായ ഇടാം. അന്നേരം പറയും വേണ്ട പച്ചവെള്ളം തന്നാൽ മതി അമ്മയെന്ന് പറയാൻ കൊണ്ട് കൊടുത്തു. അതൊരു വലിയ സന്തോഷം. അതുപോലെ തന്നെ ഇപ്പൊ ശ്രീകാന്ത് കുറെ സിനിമകളിൽ ഒക്കെ അഭിനയിക്കുന്നുണ്ട്. ആ ലൊക്കേഷനിലൊക്കെ അമ്മ പോയിട്ടുണ്ടോ കൂടെ? ഇല്ല, പോയിട്ടില്ല. ദൂരെയൊക്കെ സിനിമകൾ ഇഷ്ടമായിരുന്നല്ലേ നേരത്തെ? സിനിമകൾ കാണാറുണ്ട്, കോമഡി കണ്ട. പക്ഷെ ഇന്നേ വരെ ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ തോന്നിയിട്ടില്ല അഭിനയിക്കില്ല. പക്ഷെ അമ്മ അഭിനയിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നത്തില്ല. ഒരു എന്താ പറയുക, തറവായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അമ്മ അഭിനയിക്കുന്നത്. പ്രത്യേക ട്രെയിനിങ് ആണല്ലേ മകന്റെ? അന്നേരമാ പറയുന്നേ. ഇപ്പൊ ഇതുപോലെ ക്യാമറ വണ്ടിയൊന്ന് വെച്ചിട്ട് പറയാണ്ട് അത് പറ ഇത് പറ ഇങ്ങനെ പറയുന്നത്, അല്ല നേരത്തെ പറയത്തില്ല. ഞാൻ ചോദിക്കുന്നത് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ വേഷങ്ങൾ ചെയ്യാൻ നേരെ അമ്മയോട് പറയുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു അയ്യോ അത് വേണോടാ? എനിക്ക് ഇഷ്ടമായി. ഇപ്പൊ ഞാൻ ചോദിക്കാം എനിക്ക് ഇല്ലയോടാ എന്നാ ഇവിടെ ചെയ്യണ്ടെന്ന് പറയും. ചില ദിവസമൊക്കെ എന്നെ കാണത്തില്ല, ഞാൻ പറയുന്ന അതിനോട് ചെയ്യണ്ട, ഞാനിവിടെ ഒന്നും ചെയ്യത്തില്ലെന്ന് പറയും, അങ്ങനെ പറയും. അമ്മ അമ്മ പറഞ്ഞ സിനിമ ലൊക്കേഷനിൽ പോയിട്ടില്ല എന്ന് പറയും. ഞാൻ പക്ഷെങ്കിൽ മഞ്ജു വാര്യറുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, മഞ്ജു വാര്യറുടെ കൂടെ. അയ്യോ ശരിയാ, ഞാൻ മറന്നുപോയി. വെള്ളരിപ്പട്ടണം ഇവിടെ വെച്ചായിരുന്നു, ഈ അമ്പലത്തിൽ വെച്ച് ഷൂട്ടിങ് ഇവിടെ വെച്ചായിരുന്നു. പിന്നെ ആദ്യമായിട്ട് തുടങ്ങിയതൊക്കെ ഇവിടെ വെച്ചായിരുന്നു. അപ്പം ഞാൻ പോയായിരുന്നു. പിന്നെ എന്നെ കൊണ്ടുവന്നും മഞ്ജു വാര്യരെ കാണിക്കുക, എല്ലാരെയും കാണിച്ചു. പക്ഷെ മഞ്ജു വാര്യരെ മാത്രമേ എനിക്കറിയാൻ പറ്റിയുള്ളൂ. അങ്ങനെ ശ്രീകാന്ത് അതിനകത്തൊരു വേഷം ചെയ്യുന്നുണ്ടല്ലേ? അങ്ങനെ പോയി കണ്ട്. അമ്മ പിന്നെ ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ശ്രീകാന്തിനെ കുറിച്ചാണ്. ഒരു പേഴ്സണൽ ചോദ്യമാണ്, ചോദിച്ചോട്ടെ. പല ഇന്റർവ്യൂകളിലും പലരും അമ്മയോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ തന്നെ കല്യാണം കഴിപ്പിക്കാൻ താല്പര്യമില്ലേ? അമ്മയ്ക്ക് ഇഷ്ടമാണല്ലേ? പക്ഷെങ്കിൽ അമ്പനും വില്ലും അടുക്കുന്നില്ല എന്ന് തോന്നുന്നു. അടുക്കുന്നില്ല. മനസ്സിൽ ഇനിയും ഒരുപാട് സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ തേടി നടക്കുന്നതാണോ? അങ്ങനെ വല്ല പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് പുള്ളിയുടെ മനസ്സിലുള്ള ഒരു സ്ത്രീ സങ്കല്പം എന്ന്? അവൻ കല്യാണം കഴിക്കുന്നില്ലെന്നാ പറയുന്നത്. ഉള്ളത് ഇങ്ങനെ പറയുന്നേ. അപ്പൊ അമ്മ ഈ വെച്ച് വളർന്ന ഈ തേക്കൊക്കെ വേസ്റ്റ് ആയി പോയി. ആർക്കറിയാം? മുമ്പേ വന്നപ്പോ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നതിന് മുമ്പ് അമ്മ പറഞ്ഞൊരു കാര്യമാണ്, എടാ ഞാൻ ഈ തേക്കൊക്കെ വെച്ചേക്കുന്നത് നിന്റെ പിള്ളേർക്കാണ് അല്ലേ? ശ്രീകാന്തിനെ നമുക്ക് കല്യാണം കഴിപ്പിക്കണം, എങ്കിലല്ലേ തേക്കിനൊക്കെ ഒരു അവകാശികൾ ഉണ്ടാവത്തുള്ളൂ അല്ലേ? ഇപ്പൊ എനിക്ക് ഒറ്റൊരു വിഷമം അതേ ഉള്ളൂ. അതൊക്കെ ശരിയാവും. അതെല്ലാം പിന്നെ പുള്ളി എവിടെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലെന്നാ പറയുന്നത്. ഞാൻ പറയാം ഉണ്ടായി വിളിച്ചോണ്ട് വരുന്നത്, അതും ഇല്ലെന്നാ പറയുന്നത്. അന്ന് കഴിഞ്ഞ ഒരു ഇതിൽ ചോദിച്ചല്ലോ, വിളിച്ചോണ്ട് പോടാന്ന് പറഞ്ഞപ്പോ പറയുന്നുണ്ടല്ലോ അമ്മ ചെലവിന് കൊടുക്കുമെന്ന്. അതൊക്കെ നമ്മൾ ഏറ്റു. എന്നാ പിന്നെ വിളിച്ചോണ്ട് വരാൻ പറ അല്ലേ? അത് ഞാൻ പറയുന്നുണ്ട് ശ്രീകാന്തിനോട്, കേട്ടോ? ഓക്കെ. അമ്മ ഈ ഷൂട്ട് സമയത്ത് ഒരു എത്ര ടേക്ക് വരെ പോകും? അവര് പറയുന്നില്ലേ, നമ്മൾ എന്തിനും റെഡിയാ? നമുക്ക് ഒരക്ഷരം വരെ തെറ്റിയ ആ വള്ളി വരെ ഇടിയിക്കണം. ആണല്ലേ? ഏറ്റ പണിയാണ്. ശരിക്കും ഇതെല്ലാം ബൈ ഹാർട്ട് പഠിക്കാറുണ്ടോ, അതോ ഇവര് പ്രംപ്റ്റ് ചെയ്ത് തരാറുണ്ടോ? പറഞ്ഞു തരുമോ? പുറകിൽ നിന്ന് പറഞ്ഞു തരുമോ? നമ്മളായിട്ട് ഇവൻ ഒരു വട്ടം പറഞ്ഞു തരും, അത് അതുപോലെ പറയണം. അതുവരെ വഴക്കാ. അവിടെ വെച്ചാ ഭയങ്കര വഴക്ക്, അല്ലാതെ വീട്ടിലൊന്നും വഴക്കൊന്നുമില്ല. ഇതിനകത്ത് ഭയങ്കര സ്ട്രിക്റ്റാ ശ്രീകാന്ത്. അമ്മയ്ക്ക് ആ ഒരു കൺസെൻട്രേഷൻ, ഒരു പരിഗണനയും. ഞാനൊരു ദിവസം പറഞ്ഞു നീ എന്റെ അമ്മാവനൊന്നും അല്ല, പിന്നെ എന്റെ മോനാകട്ടോ ഒരു ദിവസം ഞാൻ പറഞ്ഞതാ. അതൊക്കെ പോട്ടെ, എന്തെങ്കിലും ചിക്കില് തരുമോ ഈ അഭിനയിക്കുന്ന? എല്ലാവനല്ലയോ ചെയ്യുന്നത്, പിന്നെ നമ്മളെ വെച്ച് പണിയെടുപ്പിക്കുക, പൈസ മേടിക്കുക. സാരമില്ല. അമ്മ അച്ഛനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. അച്ഛൻ മരണപ്പെട്ടിട്ട്? അല്ല, മരണപ്പെട്ടൊന്നുമല്ല, ഞങ്ങളെ ഉപേക്ഷിച്ചു പോയതാ. ആള് ഉണ്ട്, ജീവനുണ്ട്. മോളുണ്ട്, 2 കൊച്ചുമക്കളുണ്ട്, മരുമോനുണ്ട്. അവര് കാനഡയില്ല. ശ്രീകാന്തിനേക്കാൾ എത്ര വയസ്സിന് മൂത്ത? 5 വയസ്സിന്. 5 വയസ്സിന് മൂത്ത. പഠിച്ചതൊക്കെ ഇവര് രണ്ടുപേരും എവിടെ, ഏത് സ്കൂളിലായിരുന്നു? നമ്മുടെ ഇവിടുത്തെ ആണോ? നമ്മളങ്ങോട്ട് പോകുമ്പോൾ റോഡ് സൈഡിൽ കാണാം. മൂത്ത ആളപ്പം അവിടെ ജോലിയുണ്ടോ? അവള് നേഴ്സിംഗ് പഠിച്ചതാ. കൊറോണയുടെ സമയത്താ പോയത്.
ഞാൻ ജോലിക്ക് കയറിയില്ല, പിന്നെ ഒരു മോളെ പ്രസവിച്ച് അവിടെ ചെന്ന് അത് ശരി. എന്നെ വിളിച്ചിട്ട് ഞാൻ അവൻ്റെ കൂടെ അഭിനയിക്കാൻ നിന്ന് പോയില്ല. ആഹാ, അത് ശരി. അങ്ങോട്ട് വിളിച്ചായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഓ, ആഗ്രഹമില്ലേ? ഇനിയിപ്പോ ഫ്ലൈറ്റിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെന്നാലും ആൾക്കാർ തിരിച്ചറിയും. അവിടെ കല്യാണം കഴിച്ചാലേ ഞാൻ പോകത്തുള്ളൂ. അതൊരു കറക്റ്റ് കാര്യം. ഈശ്വരാ, എന്ത് ചെയ്യുന്നത്? ഇത്രയും പെട്ടെന്ന് നമുക്കത് റെഡിയാക്കണം. നടത്തിയ പിറ്റേ ആഴ്ച പോവാ. അതായത് മോനെ നോക്കാൻ കൂടെ ആരെങ്കിലും ഒരാൾ വേണം അല്ലേ? അതാണ് അമ്മയുടെ ആഗ്രഹം. ശ്രീകാന്ത് കെട്ടിയിട്ട് നമുക്ക് കാനഡയ്ക്കും പോകാൻ പറ്റത്തില്ല. എന്തായാലും അതൊരു തീരുമാനത്തിലെത്തിയേ പറ്റത്തുള്ളൂ അല്ലേ? അല്ല, അമ്മ ഇങ്ങനെ ഇവിടെ നടക്കേണ്ട ആളാണോ? എന്തായാലും കാനഡയ്ക്കൊക്കെ ഒന്ന് കറങ്ങണ്ടായിട്ട്. അപ്പോൾ നമുക്ക് ശ്രീകാന്തിനോട് അത് കൃത്യമായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യണം. നിങ്ങളെല്ലാവരും പറഞ്ഞ് ചെയ്യിച്ചു തരണം. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇന്റർവ്യൂലൊന്നും ഇങ്ങനെ പറഞ്ഞേക്കരുതെന്ന്. ആണോ? പുള്ളിക്ക് വെളിയിലിറങ്ങാൻ പറ്റാതെ എല്ലാവരും ചോദിക്കണം, കല്യാണം കഴിച്ചു വിടടാ, എന്തിനാണ് ഇങ്ങനെ അമ്മയിട്ട് വിഷമിപ്പിക്കുന്നത് ചോദിക്കുമായിരിക്കും. ഞാൻ പറയണ്ട, എനിക്ക് വയ്യ ജോലി, ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചു തരാമെന്ന് പറയുന്നത്. അതെന്താണെന്നറിയോ? വരുന്ന പെണ്ണിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ അവളെ കൊണ്ട് തുണി കഴിക്കുക, അതുകൊണ്ടല്ല. എന്തോ സംഭവം കാണുന്നത് അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇത്രയും ലേറ്റ് ആവത്തില്ല. തന്നെയല്ല, ഇപ്പോൾ ശ്രീകാന്തനാണെങ്കിൽ തന്നെ വെളിയിലിറങ്ങി ഒരുപാട് ആരാധകരുണ്ടല്ലോ. ഒരു പെണ്ണിനെ കിട്ടാൻ വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. ഇത്രയും ഫെമിലിയറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലേ? അപ്പം അത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്താണെന്നുള്ളത്. ഈ ശ്രീകാന്തേ ഇത്രയും കോമഡിയൊക്കെ ചെയ്യുന്നു. ഈ കുഞ്ഞുനാളിൽ ഈ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഭയങ്കര കുസൃതിയായിരുന്നോ? സൈലന്റ് ആയിരുന്നോ? കുസൃതിയുണ്ട്, സൈലന്റും ഉണ്ട്. കഴിക്കാൻ വീട്ടിൽ പന്ത് കളിക്കാൻ പോയി. പന്ത് പെരയുടെ പുറത്ത് വീണു. ഇവൻ കയറി എടുത്ത് മറ്റൊരു കളിക്കുമെന്നും പറയാൻ എൻ്റെ പുറത്തുനിന്ന് ഇറങ്ങി ചാടി. എന്നിട്ട് കൈ ഒടിഞ്ഞു. ഇവിടെ വന്നിട്ട് പറയുന്നില്ല, ആരും പറഞ്ഞില്ല. കുളിക്കാൻ പറഞ്ഞിട്ട് കുളിക്കത്തില്ല, ഇങ്ങനെ കപ്പ് വെച്ച് കൈ കൊണ്ട് കോരി കഴിക്കും. എന്താടോ ഒന്നുമില്ല. അന്നേരം അവരാരോട് ചോദിച്ചിട്ട്, എൻ്റെ അനിയത്തിയുടെ മോനോടുണ്ട്, അവനോട് ചോദിച്ചിട്ടും പറയത്തില്ല, ഒന്നുമില്ല വല്യമ്മയെന്നാ പറഞ്ഞു. അവസാനം അവിടുത്തെ ഇച്ചയി വന്ന് എന്നോട് പറഞ്ഞു അവൻ്റെ കൈ വയ്യാതെ ഇരിക്കും, ആശുപത്രി കൊണ്ടുപോകണേന്ന്. അന്നേരം അറിയുന്നേ. പിന്നെ ഞാൻ ഇവിടെ അടുത്തൊരാൾ തിരുമുന്ന ആളുണ്ടായിരുന്നു, അവിടെ കൊണ്ടുവന്നപ്പോൾ അയാൾ പറഞ്ഞു ആശുപത്രി കൊണ്ടുപോകണം. പിന്നെ മാവേലിക്കര ആശുപത്രി കൊണ്ട്. അത്ര നല്ല മോനാ. അടി കൊടുക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ? അത് അച്ഛനങ്ങ് കൊടുക്കുമായിരുന്നു, എനിക്ക് കൊടുക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അല്ല, അങ്ങനെയുള്ള വഴക്കൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ശല്യക്കാരനല്ല, അല്ല, പഠിക്കാൻ അല്ലേ? പിന്നെ പ്രോഗ്രസ് കാർഡിലെല്ലാം തന്നെ ഒപ്പിട്ടം കൊടുക്കും. നമുക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. ഒരു ദിവസം അച്ഛൻ പ്രോഗ്രസ് കാർഡ് ചോദിച്ചു. അപ്പം എന്ത് ചെയ്യടാ, തന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു പോയി സ്കൂളിൽ പോയി മേടിച്ചോണ്ട് പറഞ്ഞു. ഞാൻ ചെന്നപ്പോ സാറ് പറയുക അവന് ഒപ്പിട്ട് തന്നു. അങ്ങനെ പോലും നമ്മളെ ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. അത്രയ്ക്ക് നല്ല മോനായിരുന്നു. ശ്രീകാന്തിനെ കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോ അമ്മ ഒരു തേക്ക് വെച്ച കാര്യം പറഞ്ഞ, ആ തേക്ക് എവിടെ? ഈ തേക്ക ഇത് വലുതായിട്ട് വേണം എനിക്ക് കല്യാണം കഴിക്കാൻ. ഇത് വളരെ ഒരു 10, അതാണ് എന്റെ ആകെയുള്ള ഒരു ധൈര്യം. 15 വർഷം എടുക്കുമല്ലോ. അതെ അതെ, ഇഷ്ടംപോലെ സമയമുണ്ട് കല്യാണം. ഇഷ്ടംപോലെ സമയമുണ്ട്. പിന്നെ എന്റെ പിള്ളേർക്കാണ് ഇത്. പിള്ളേർക്കാണ്. അപ്പം കല്യാണം കഴിക്കണം കേട്ടോ, എന്നാലേ ഇത് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റും. അതെ അതെ, കഴിക്കണം. ഓക്കെ, ഒരുപാട് സന്തോഷം മീഡിയ ഗ്രാഫിക്സ് ചാനലിന് വേണ്ടി ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തിപ്പെടട്ടെ, ഒരുപാട് പേര് അറിയപ്പെടട്ടെ. ഞങ്ങളിടയ്ക്കൊക്കെ വന്നിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. വരും, ഉറപ്പായിട്ടും വരും കേട്ടോ. ഓക്കെ, ഇതൊന്നും ഒരു ശല്യമല്ല, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. താങ്ക് യു. മീഡിയ ഗ്രാഫിക്സ് TV യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മീഡിയ ഗ്രാഫിക്സ് TV യൂട്യൂബ് ചാനൽ, കലയും കാഴ്ചയും.